ചോറിനെ വേറെ ഒന്നുമില്ലെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങില്ലേ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങിനെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. ഏകദേശം ഒരു 7-8 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങ് നന്നായി മുരിഞ്ഞു വന്ന് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും എല്ലാം ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. മുട്ടയൊക്കെ വെന്ത് ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ വേറെ വേറെ വരുന്ന തരത്തിൽ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ അതിൽ നല്ലപോലെ പിടിക്കുന്നത് വരെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ പൊട്ടറ്റോ എഗ് ഫ്രൈ. അപ്പോൾ വളരെ സിമ്പിളാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.